welcome back to my channel. So, ഇന്നത്തെ വീഡിയോ is all about a day in my life, which is ഞാൻ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ദാറ്റ് ഈസ് എൻ്റെ ഫ്ലാറ്റിലേക്ക് ഞാനും ഫഹദും വേറെ സെപ്പറേറ്റ് ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമല്ല എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഡയറക്റ്റ് വന്നതല്ല, ഞാൻ 1 വീക്ക് താത്തൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഫാമിലി ആയിട്ട് നിന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മാറുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ ഓട്ടട എന്ന് പറയും, നമ്മൾ പാൻ കേക്കിൻ്റെ വേറൊരു രൂപം, നമ്മളെ മലയാളി രൂപം എന്ന് പറയുന്ന പോലെ മൈദയും മുട്ടയും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് കലക്കിയെടുത്തിട്ട് ഒരു ദോശമാവ് പോലെ കലക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എൻ സൈഡൊക്കെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ഭയങ്കര നേരിയ മാവായതുകൊണ്ട് തന്നെ നമ്മളെ പാൻ കേക്കിന് കുറച്ച് നല്ല അത്യാവശ്യം തിക്നെസ് ഉണ്ടാവുമല്ലോ, അതുണ്ടാവില്ല, ഭയങ്കര നേരിയതായതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് മാത്രം തന്നെ റോൾ ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് നേരെയുള്ളത് റൂമിൽ കുറേ അറേഞ്ചിങ്ങും ഓർഗനൈസിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇത് ഈ ഒരു കവേർഡ് അത്ര പൊടിയൊന്നും ഇല്ല, ബിക്കോസ് കുറച്ച് കൈൻഡ് ന്യൂ ആണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നതല്ല, അപ്പോൾ മൊത്തത്തിലൊന്ന് അതിനെ തൊടിച്ച് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ താത്തൻ്റെ അവിടുന്ന് കറൻ്റ് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ, എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും, കൊണ്ടുവന്ന ലഗേജും, അതുപോലെ തന്നെ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളും, താത്തൻ്റെ അടുത്തുനിന്ന് ഒരു ലോഡ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ അറേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് കബോർഡ് ഷിഫ്റ്റ് ചെയ്യാം, എന്നിട്ട് മറ്റുള്ളതിലേക്ക് തുടങ്ങാം. കബോർഡിലേക്ക് വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അറേഞ്ച് ചെയ്താൽ കുറച്ചെങ്കിലും അവിടെ കാലിയായി കിടക്കല്ലോ, മറ്റേത് മൊത്തം നിറഞ്ഞ് കിടക്കാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. എനിക്കങ്ങനെ ഒന്നും കാര്യപ്പെട്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ഒന്നാമത് എൻ്റെ സിസ്റ്റർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത്തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വന്ന പാടെ ഇവിടുന്ന് ഒരു ഷിഫ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഓൾമോസ്റ്റ് പാത്രങ്ങളാണെങ്കിലും സാധനങ്ങളാണെങ്കിലും കിച്ചണിലേക്കുള്ള സാധനങ്ങളാണെങ്കിലും പിന്നെ അതല്ലാണ്ടുള്ള എസെൻഷ്യൽസ് എല്ലാം ഓൾമോസ്റ്റ് തന്നതായതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ആക്ച്വലി 2 മാസം ആവാനായി. ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം, വേറെ ഒന്നുമല്ല, നല്ല മടിയാണ് എഡിറ്റ് ചെയ്യാൻ. ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊരു കൈൻഡ് ഓഫ് ബിസി ലൈഫായ പോലെ ഫീൽ. അപ്പം അതിൻ്റെതായ തിരക്കും പിന്നെ ഒരു 80% എൻ്റെ മടിയുണ്ട്, അതൊക്കെ തന്നെയാണ്. അപ്പം അതെല്ലാം മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇവിടെ എനിക്കൊരു പ്രോപ്പർ സൺലൈറ്റ് ഇല്ല. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് വരെ ഡേ ലൈറ്റിലാണ്, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും വിഷ്വൽസിൽ. ബിക്കോസ് ഞാൻ ആ നൈറ്റിൽ ആ ലൈറ്റിലായതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റും ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർ സൺലൈറ്റ് എനിക്ക് മസ്റ്റാണ്. വീഡിയോക്കാണെങ്കിലും എൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ്, ഒരു മൂഡ് വരുന്നില്ല. അപ്പം തൽക്കാലം നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം. ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. അപ്പം ഇവിടെ എന്താണോ എന്തൊക്കെയാണോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് ഞാൻ ഇനി ഷൂട്ട് ചെയ്യാനും പിന്നെ നമ്മളിവിടെ പോകുന്ന ഓരോ ദുബായ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ എവിടേക്കാണോ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇനി വിചാരിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പം ഇനി കബോർഡ് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് സ്കിൻ കെയറും ബോഡി കെയർ അങ്ങനത്തെ സാധനങ്ങൾ. ഈ ട്രേ ആക്ച്വലി ഫഹദിൻ്റെതാണ്. ഫഹദിൻ്റെതും ഷിഫ്റ്റ് ചെയ്തപ്പം അങ്ങനെയും കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടാത്തതും വേണ്ടിയതും ഒക്കെ നോക്കിയിട്ടൊക്കെ ഓർഗനൈസ് ചെയ്ത് 2 സെറ്റ് 2 ആക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കബോർഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാർഡ്രോബ് ഓർഗനൈസർ ഉണ്ട്, അതിനെ സെറ്റ് ചെയ്യാനാണുള്ള പണി. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് നല്ല അധികം മെനക്കെട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഞാനൊരു ആവേശത്തിൽ അങ്ങോട്ട് ഇരുന്നു, എനിക്കൊരു ഐഡിയ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പം ട്രൈ ചെയ്തപ്പം എനിക്ക് കുഴപ്പമില്ലാണ്ട് എല്ലാം ഞാൻ ആദ്യം ഓർഗനൈസ് ചെയ്ത് വെച്ച് എല്ലാ ഷേപ്സും ഏതൊക്കെ ഉണ്ടോ അങ്ങനെയുള്ളതെല്ലാം സെയിം ആയി തോന്നുന്നതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉണ്ടാക്കി
അതിനെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത് വന്നപ്പോൾ ആ ഒരു വിചാരിച്ച രീതിയിൽ തന്നെ കിട്ടിയെന്നാണ് കരുതിയത്. പക്ഷെ മേലെ എത്തിയപ്പോഴാണ് അതിൻ്റെ ബാലൻസ് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് കാര്യം തന്നെ മനസ്സിലായത്. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ വെച്ച് നോക്കി, യൂട്യൂബിൽ റെഫർ ചെയ്ത്, അപ്പോഴാണ് ഇത് ഇങ്ങനെയല്ല, ഇത് ഒരു സൈഡിൽ കുറച്ചധികം സ്പേസും മറ്റേ സൈഡിൽ ഈക്വൽ ആയിട്ടാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതിന് പിന്നെ റെഫറൻസ് വെച്ച് നോക്കി അങ്ങനെ മട്ടത്തിൽ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വിചാരിച്ച രീതിയിൽ തന്നെ അങ്ങനെ കിട്ടിയെടുത്ത്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ വാർഡ്രോബിൻ്റെ നെറ്റോ കവറോ എന്താണോ അതിന് പറയുക, അത് മൊത്തത്തിൽ അതിന് മേലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആ പരിപാടി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് നിന്ന് കുറച്ചധികം മെനക്കെട്ടിട്ടുണ്ടെങ്കിലും, മെനക്കെടാന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണല്ലോ ഇത് ഇങ്ങനെ ഒന്നും അല്ലടാന്നുള്ള ആ ഒരു ഫീലെത്തുന്നത്. ബട്ട് ഫൈനലി അതെന്തായാലും മാറ്റി ചെയ്ത് അത് റെഡി ആക്കിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് പരിപാടികൾ പിന്നെ ഫുള്ളും മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു എസ്തെറ്റിക്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ, എനിക്ക് റൊമാൻറ്റിസൈസ് ചെയ്യാൻ ഇവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മെല്ല്, ക്യാൻഡിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് ടീപ്പോയും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പം ഇൻഷാല്ലാ എനിക്ക് എന്തൊക്കെ വന്നാലും നമ്മളുടെ ഒരു എസ്തെറ്റിക് സൈഡ്, ആ ഒരു നമ്മളുടെ ഒരു പ്രിട്ടി സൈഡ് അത് മാറ്റി, ഇപ്പം ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം എങ്ങനെയൊക്കെ പിങ്ക് കൊണ്ടുവരാമെന്നുള്ള അതാണ് ഞാൻ എൻ്റെ മൈൻഡിൽ ചിന്തിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മേക്ക് ഓവർ കൊടുക്കണം, സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അങ്ങനെ പ്ലാനൊക്കെ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സൂൺ ഒരു മേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം എല്ലാം കഴിഞ്ഞ് പിന്നെ കുളി, നിസ്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ച് നേരെ പിന്നെ പോയത് കിച്ചണിലോട്ടാണ്. കിച്ചണിൽ ഓർഗനൈസ് ചെയ്യാനാണ്. കിച്ചണിൽ കുറേ പൊടികൾ, സാധനങ്ങൾ, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ ഞാൻ താത്തൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, എനിക്കങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ വ്ലോഗൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത ഒക്കെ താത്തൻ്റെ അടുത്ത് നിന്ന് വരുമ്പം പാത്രങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താത്തകളുണ്ട്. എന്തോ ഐ മീൻ എനിക്കൊരു റിലീഫ്, ഒരു ഭയങ്കര റിലീഫ്ഡ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യത്തിനൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ ആളെനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇനി കിച്ചണിലോട്ട് എവിടേക്കാണോ എന്തൊക്കെയാണോ വെക്കേണ്ടത് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ടാസ്ക്.
അങ്ങനെ ആ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയുള്ളത് ഇത് പിന്നെ ആക്ച്വലി ഫഹദിൻ്റെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു, ജ്യൂസറും അതുപോലെ തന്നെ കെറ്റിലൊക്കെ. അപ്പം അത് ഓർഗനൈസ് ചെയ്യാനാണ് പിന്നെ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെയൊക്കെ വെച്ചിട്ടും ഒരു മെന വരുന്നില്ല, ഒരു രസം വരുന്നില്ല. അപ്പം അതിനെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടും അവിടുന്ന് അങ്ങോട്ട് ഇട്ടോണ്ടും കുറേ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിൻ്റെ ക്ലിപ്പൊക്കെ ആഡ് ചെയ്തിന്. പിന്നെ ഇനിയും കുറേ ലാഗ് ആവേണ്ടെന്ന് കരുതിയിട്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എന്താണോ ഞാൻ ഫൈനലൈസ് ചെയ്ത് വെച്ചത് ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ആഡ് ചെയ്തിട്ട്. അങ്ങനെ ആ പരിപാടികളും കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും അത് ഫുഡ് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കിങ്ങിലേക്ക് തന്നെ ഒരു ഐഡിയ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. എങ്ങനെ കുക്ക് ചെയ്യണം, എന്ത് കുക്ക് ചെയ്യണം, എന്തൊക്കെ സാധനങ്ങളാണ് ഇനിയിപ്പോൾ വാങ്ങിക്കാനുള്ളത്, എന്തൊക്കെ അതിലുണ്ട്, അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടാത്തൊരു ടൈമേനു. ഒരു കംപ്ലീറ്റ് ഒരു സീറോ എന്ന് പറയില്ലേ, ആ സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പം മാഷാല്ലാ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അത് എനിക്ക് ഭയങ്കര എന്തെങ്കിലും എന്നുള്ളൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നും. ഞാൻ അത്ര ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് ഉള്ളപ്പം എനിക്ക് എന്തെങ്കിലും മൂഡ് വരുമ്പം എൻ്റെതായ രീതിയിലുള്ള പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നല്ലാണ്ട് വേറെ പാസ്ത അതൊക്കെ അറിയാമെന്നല്ലാണ്ട് വേറെ നമ്മുടെ പ്രോപ്പർ ചോറ് കറി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പുട്ട് പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് യൂട്യൂബ് നോക്കിയിട്ട് ഓരോന്ന് പഠിച്ചതെന്ന് മാത്രമല്ല അതിലിപ്പം മാഷാഅല്ലാഹ് നല്ല എക്സ്പേർട്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2 മാസമായി. അപ്പോൾ അതിനിടയിൽ കുറേ ചേഞ്ചസൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇനി ഞാൻ പറഞ്ഞു, ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ എടുക്കുന്ന ക്ലിപ്പൊക്കെ അങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അന്ന് ഞാൻ ഫുൾ സ്കിപ്പ് ചെയ്യും, ഐ മീൻ കുക്കിങ്ങിലേക്ക് ഒന്നും നിന്നിട്ടില്ല. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അത് ഓർഡർ ചെയ്ത് വന്നപ്പം ഒരു മീറ്റ് വരുന്ന ഒരു ലബനീസ് മിക്സ് ആയിരുന്നു. അപ്പം അതും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് നമുക്ക് നമ്മളെ രീതിയിലുള്ള ഒരു റൊമാൻറ്റിസൈസ് ചെയ്യാമെന്ന് കരുതി ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു, ഒരു സെൻറ്റൽ ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കത്തിക്കാമെന്ന് കരുതി നോക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ക്യാൻഡിൽ കത്തിക്കാനുള്ള ക്യാൻഡിൽ ലൈറ്റർ ഇല്ല എന്ന് ഞാൻ സത്യം മനസ്സിലാക്കിയത്. തീപ്പെട്ടി പോലും ഇല്ല. നമ്മളെ വീട്ടിലാണെങ്കിൽ തീപ്പെട്ടിയെങ്കിലും ഉണ്ടാവില്ല, ഇവിടെ അതും ഇട്ടില്ല. അപ്പം അത് ജസ്റ്റ് ഷോക്ക് വെച്ചെന്ന് മാത്രം. നല്ല അരോമ സോയാക്സിൻ്റെ അരോമ ഫ്ലേവർ ആയിരുന്നു. പക്ഷേ എന്താക്കാനാണ്, ക്യാൻഡിൽ ലൈറ്റർ ഇല്ലാത്തതുകൊണ്ട് കത്തിക്കാൻ നിന്നില്ല. അപ്പോൾ അതവിടെ ജസ്റ്റ് ഷോക്ക് മാത്രം വെച്ച്. പിന്നെ ഫഹദ് കുറച്ച് റൂമിൽ നിന്ന് കൊണ്ടുവന്ന ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചധികം ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്തപ്പോൾ വിചാരിച്ചു ഒന്ന് വാങ്ങിച്ചു നോക്കാം. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന ഹാബിറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്ന ആളൊന്നുമല്ല. എപ്പോഴെങ്കിലുമൊക്കെ മൂഡുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി കിട്ടുകയാണെങ്കിൽ, ഇപ്പം ചിലപ്പം നല്ല ട്രെൻഡിങ് ആവുന്ന സ്റ്റോറീസൊക്കെ ഇങ്ങനെ വൈറലാവുമ്പോഴൊക്കെ അപ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കാം എന്നുള്ള മൂഡിൽ വായിക്കലുള്ളൂ. അപ്പം ഇപ്പം എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കരുതി ഒരു ബുക്കൊക്കെ വായിക്കാമെന്ന് കരുതി. പിന്നെ അപ്പോഴേക്കും പിന്നെ ഫഹദ് വന്ന് ഈവനിങ് ടൈമായി. പിന്നെ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് കിടന്നുറങ്ങി എണീച്ചതിന് ശേഷം നമ്മൾ പുറത്ത് പോയി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്തൊക്കെയാണോ വാങ്ങിക്കേണ്ടത് അങ്ങനെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടെയുള്ളൊരു ഫിലിപ്പീൻസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ അടുത്ത് തന്നെ ഉള്ളതാണ്. അതൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് ലുക്കൈമാത്തൊക്കെ ഒന്ന് കഴിച്ച് അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ഡിഫറെൻറ്റ് വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അറിയിക്കാം. എന്താണ് ലാഗ് ആവുന്നുണ്ടെങ്കിൽ അതും പറയണം. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് മാറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അൻറ്റിൽ ദെൻ ബൈ.